ചിലർ അതിഭാഷണമാണ് എന്ന് പറഞ്ഞാൽ ചുരുക്കി പ്രാർത്ഥിച്ചാൽ അതിനെന്തോ ശക്തി കുറവാണെന്നൊരു വിചാരം. അങ്ങനെ ചിന്തിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. എൻ്റെ അപ്പൻ പട്ടാളക്കാരനാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പുള്ളി പ്രാർത്ഥിക്കുന്നതാണ് വലിയ താല്പര്യം. കാരണം കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാവും. പട്ടാളമാണല്ലോ, ഞാൻ ഇപ്പം വെടിവെക്കുന്നത് അങ്ങ് വെക്കുക, അങ്ങനല്ലേ? അപ്പൊ കുടുംബ പ്രാർത്ഥനയ്ക്ക് എൻ്റെ അപ്പൻ അവധിക്ക് വരുമ്പോൾ അപ്പനെ കൊണ്ട് പ്രാർത്ഥിക്കും. കാരണം പെട്ടെന്ന് കാര്യങ്ങൾ അവസാനിക്കും. മറ്റേതെന്ന് പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ കരാറ് പോലെ ഇത് ഒരു അന്തവും കുന്തവും ഇല്ലാത്ത പ്രാർത്ഥന എൻ്റെ അമ്മയുടെ. കർത്താവേ, അപ്പൊ ഈ വിശക്കുമ്പം ടി വിയിൽ എന്തെങ്കിലും കളിയുള്ളപ്പോഴൊക്കെ അപ്പനോട് അങ്ങ് പ്രാർത്ഥിക്കാൻ പറയും. കാരണം അപ്പൻ അറിയാം ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കളി കാണണമെന്ന്. പുള്ളിക്കും ഇതിനകത്ത് അധികം നേരം കിടന്ന് കഷ്ടപ്പെടാൻ. കർത്താവ് എൻ്റെ ഭാര്യ അനുഗ്രഹിക്കണമേ, എൻ്റെ മൂത്ത മോനെ അനുഗ്രഹിക്കണമേ. പുള്ളി അനുഗ്രഹിക്കണമെന്ന് പറയും. എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ ഭാര്യ അനുഗ്രഹിക്കണമേ, എൻ്റെ മൂത്ത മോനെ അനുഗ്രഹിക്കണേ, എൻ്റെ ഇളയ മോനെ അനുഗ്രഹിക്കണേ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പുള്ളിയമ്മ റഷ്യയ്ക്ക് വേണ്ടിയും ചൈനയ്ക്ക് വേണ്ടിയൊന്നും പ്രാർത്ഥിച്ച് സമയം കളയൂല. അപ്പോൾ എൻ്റെ അമ്മ പറയും, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്, നിങ്ങളുടെ അയലോക്കത്താർക്കൂടെ വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണ്ടേ? അപ്പോൾ എൻ്റെ അപ്പം പറയും, അവന് പിന്നെ എന്തോ പണി, അവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നും. ഇത് പറയുമ്പോൾ എൻ്റെ അമ്മ ഒരല്പം പുച്ഛത്തോടാ ചോദിക്കുന്നത്. കാരണം ഇത് പ്രാർത്ഥനയാണോ? ഇത് കുറച്ചേ ഉള്ളല്ലോ, പെട്ടെന്ന് അങ്ങ് തീർന്നു പോയല്ലോ. പെട്ടെന്ന് തീർന്നാൽ എന്തില്ല? പവറില്ല. എന്നാൽ എൻ്റെ അമ്മ അങ്ങനല്ല. കർത്താവെ, അച്ചാനെ അനുഗ്രഹിക്കണമേ, എൻ്റെ രണ്ടാം മക്കളെ അനുഗ്രഹിക്കണമേ, അയലോക്കത്തുകാരെ അനുഗ്രഹിക്കണമേ, പള്ളി അനുഗ്രഹിക്കണമേ. പിന്നെ അവിടുന്ന് ഓർഡിനറി ബസ്സിൽ കയറി തിരുവല്ല വന്ന് തിരുമേനിമാരെയും അച്ഛന്മാരെയും സുവിശേഷകരെയും അനുഗ്രഹിച്ച് അവിടുന്ന് ഓർഡിനറി ബസ്സിൽ കയറി തിരുവനന്തപുരത്ത് പോയി VS അച്യുതാനന്ദനെയും ആൻ്റണിയും ഉമ്മൻചാണ്ടി എല്ലാവരെയും അനുഗ്രഹിച്ച് അവിടുന്ന് പ്ലെയിൻ കയറി ഡൽഹി ചെന്ന് ഡൽഹിയിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് സോണിയാജി, രാജീവ് ജി, മോദിജി, അമിത്ഷാജി എല്ലാവരെയും അനുഗ്രഹിച്ച് തിരിച്ച് തലവടി വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഞങ്ങളൊക്കെ മിക്കവാറും കർത്താവിൽ നിദ്ര പ്രാപിച്ചിട്ടുണ്ടാവും. കാരണം വടി പോലെ കിടക്കുക. എന്നാലും എൻ്റെ അമ്മയ്ക്ക് ഇത്രയും നേരം പ്രാർത്ഥിച്ചാലേ അതൊരു, കാരണം നമ്മൾ എങ്ങനെയോ ധരിച്ചു വെച്ചിരിക്കുന്നത് പ്രാർത്ഥനയുടെ ശക്തി, അതിൻ്റെ പവർ, അതിൻ്റെ എഫിക്കസി, അതിൻ്റെ ദൈർഘ്യവുമായി ബന്ധപ്പെട്ടാണെന്നാണ്. ദീർഘമായി പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ പ്രാർത്ഥിക്കട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പൊതുവിൽ വരുമ്പോൾ മറ്റു മനുഷ്യരെ കൂടെ നമ്മളൊന്ന് ഓർക്കണം. ഇപ്പം 4 രോഗികളുടെ പേര് പറഞ്ഞിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയിൽ ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചിട്ടെന്ന് പറഞ്ഞാൽ ആ അമ്മച്ചി സമ്മതിക്കൂല. അമ്മച്ചി ലോക സമാധാനത്തിന് വേണ്ടിയും സാധനങ്ങളുടെ വിലക്കയറ്റ്, പെട്രോളിൻ്റെ സെസ് പറഞ്ഞത് എന്തിനു മാത്രമേ ഉള്ളൂ? കാരണം 4 രോഗിയുടെ പ്രാർത്ഥന പറഞ്ഞ് പ്രാർത്ഥന തീർന്നാൽ അതൊരു പ്രാർത്ഥനയാണോ? കർത്താവേ, നീ പറഞ്ഞിട്ടുണ്ട് എന്ന് നിനക്ക് ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നീ നിന്റെ നടപടിയുടെ കാലങ്ങളിൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് നീ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ എന്നൊക്കെ പറഞ്ഞ് ദൈവം 12,000 കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യമില്ലേ പുള്ളി മറന്നുപോയി കാണും. What is the kind of impression that you give to other people when you pray? ദൈവം ആരാണെന്നാണ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നവർക്ക് തോന്നുന്നത്? ദൈവത്തിൻ്റെ മഹത്വം അറിഞ്ഞു പ്രാർത്ഥിക്കണം. നിങ്ങൾ ആരെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണം ചെയ്യരുത്. അത് ജാതികൾ ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ എങ്ങനെയോ നമ്മുടെ ഇന്നത്തെ ഉണർവ് യോഗങ്ങളുടെയും ആരാധനാ രീതികളുടെയും ഒക്കെ ഭാഗമായി ബഹളമാണ് പവർ. കരിസ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല ശബ്ദം ഉണ്ടാവണം. ശബ്ദം ഉണ്ടാവുന്നതുകൊണ്ട് ദോഷമുണ്ടോ ഇല്ലെന്നുള്ള, പക്ഷെ നമ്മുടെ ധാരണ ഇത്രയും ശബ്ദം ഉണ്ടെങ്കിലേ എന്തുള്ളൂ? പവറുള്ളൂ. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ദൈവവചനം അനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞ ഉണങ്ങിയ പ്രസംഗം, ദൈവവചനം ഇങ്ങനെയൊക്കെ ഇട്ടൊരു എക്കോ ഒക്കെ ഇട്ട് പറഞ്ഞാൽ ഉടനെ എന്തുണ്ട്? അത് നല്ല ഉണർവാണ്. ഈ ഉണർവ് ഇതിൻ്റെ അകത്താണോ ഇരിക്കുന്നേ? ചില കൺവെൻഷൻ ചെല്ലുമ്പോൾ ചിലർ പറയും കൈയടിച്ചിരുന്ന് പാട്ട് പാടും, എന്നിട്ട് അവസാനം പറയും ഇനി നമുക്ക് എഴുന്നേറ്റ് നിന്ന് ആത്മാവിൽ ആരാധിക്കാം. അപ്പം എനിക്കൊരു സംശയം, ഈ എഴുന്നേൽക്കുമ്പോൾ കയറുന്നൊരു സാധനമാണോ ഈ ആത്മാവ്? നമ്മൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് പോലും അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുക. ഇരുന്നാ കയറത്തില്ലേ ആത്മാവ്?
സൈക്കിളിന് കാറ്റടിക്കുന്ന പോലെ അടിച്ചു കയറ്റേണ്ട സാധനമാണോ ആത്മാവ്? ഞാൻ പറഞ്ഞ ദൈവം ആരാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത്. ദൈവത്തിന്റെ മഹത്വം എന്താണെന്ന് അറിഞ്ഞിട്ടാണോ ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്? ആദിഭാഷണവും ജൽപ്പനവും ശബ്ദകോലാഹലവും അതാണ് ആത്മീയതയെന്നും അതാണ് ഉണർവെന്നും അതാണ് കരിസ്മാറ്റിക്. ശബ്ദം ഉണ്ടെങ്കിൽ കരിസ്മാറ്റിക്, ശബ്ദം കുറവാണെങ്കിൽ ആസ്മാറ്റിക്. അതുകൊണ്ടാണ് ഈ ശബ്ദം ഉള്ളിടത്തെല്ലാം ആളുകൾ കൂടുന്നത്. കാരണം നമ്മുടെ വിചാരം ദൈവം പ്രവർത്തിക്കുന്നത് ശബ്ദം ഉള്ളിടത്താണ്.